ട്രെയിനിന് മുകളിൽ ആർ ശ്രീലേഖ IPS തലപ്പത്തുണ്ടായിരുന്നതുപോലെ അതേ ആവേശത്തിൽ ശ്രീലേഖ IPS ഓഫീസർ എന്ന ഖ്യാതി തൊട്ടുമുകളിൽ VK പ്രശാന്ത് ഉണ്ട്. തലയ്ക്ക് മുകളിൽ ശ്രീലേഖ മാം ഒന്ന് നിവർന്ന് നോക്കിക്കോളൂ. തലയ്ക്ക് മുകളിൽ VK പ്രശാന്ത് തന്നെയാണ് പ്രശ്നവും. നേരത്തെ പറഞ്ഞു ഇത് തുടങ്ങി വെച്ചത് BJP ആണെങ്കിൽ അപ്പുറത്ത് പ്രശാന്ത് ഒരു പടി മുകളിൽ മാത്രമല്ല ഇനി ഒരാളെ കൂടി നമ്മളവിടെ പ്രതീക്ഷിക്കുന്നു. യഥാർത്ഥത്തിൽ മണ്ണിൽ കാലുറപ്പിച്ച് നിൽക്കുമോ മുരളി അതോ ആകാശത്തേക്ക് വരുമെന്നായിരുന്നു നമുക്കറിയില്ല. എന്തായാലും 2 ക്രെയിനുകളിൽ ഒന്ന് NDA സ്ഥാനാർത്ഥി, ഒന്ന് LDF സ്ഥാനാർത്ഥി. അപ്പൊ ഇലക്ഷൻ പ്രചരണം അതിന് അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോഴും തലയ്ക്ക് മീതെ ശൂന്യാകാശമല്ല VK പ്രശാന്താണ് നിൽക്കുന്നത്. നമുക്ക് ജാഗ്രതയായിട്ട് നിൽക്കണം. എന്തായാലും മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ആരാണ് തലയ്ക്ക് മുകളിൽ എന്ന് പ്രേക്ഷകർ തീരുമാനിക്കും, നാട്ടുകാർ തീരുമാനിക്കും, വോട്ടർമാർ തീരുമാനിക്കും. അവിടെ എനിക്ക് തോന്നുന്ന VK പ്രശാന്തിന്റെ തൊട്ടടുത്ത് നിന്ന് ഒരാൾ ഗൗരവത്തോട് നോക്കുന്നുണ്ട്. നമ്മുടെ M വിജയകുമാർ അദ്ദേഹം തന്നെയാണ്. താങ്ക് യു ശ്രീ വിജയകുമാർ. അതെ, അവിടെ തന്നെ കാര്യം നമ്മളൊന്ന് കൈ കാണിച്ചു VK പ്രശാന്തിന് നമ്മളൊന്ന് കൈ കാണിച്ചിരിക്കുന്നു. ക്യാമറമാൻ നമ്മുടെ കൈ അവിടെ എത്തിക്കൂ, കൈ ഒന്ന് എത്തിക്കൂ. PCR നമ്മുടെ കൈ ഒന്ന് കാണിച്ചോളൂ. അവരെല്ലാം കൈ കാണിക്കാണ്. ക്യാമറമാനെ കണ്ടുപിടിക്കുന്നില്ല. VK പ്രശാന്ത്. എല്ലാ മുന്നണി നേതാക്കന്മാർക്കും നിയമത്തെ മത്സരിക്കുന്ന നമ്മുടെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനും അതേപോലെ നമ്മുടെ അവിടുത്തെ UDF ഒരു കാര്യം കാണിച്ചാലോ എല്ലാവർക്കും വേണ്ടി വെച്ചാൽ ഈ ഒരു കലാശക്കൊട്ട് വലിയ വിജയമാക്കിയവർക്കെല്ലാം ഒരു ബിഗ് ഹായ്. ട്രെയിനിൽ പോകുന്ന ആരാണെന്ന് മനസ്സിലായില്ല. VK പ്രശാന്ത് ഇപ്പുറത്തെ കേരള നിയമസഭാ സ്പീക്കർ M വിജയകുമാറിനെ കൂടി നമ്മൾ അവിടെ കാണുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.